ചില ഓൺട്രപ്രണേഴ്സ് ഒരു ബിസിനസ് കൊണ്ട് നടക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് ഒരുപാട് പാടുപെടുന്നുണ്ട്. അതേ സമയത്ത് ചില ബിസിനസ്സുകാർ മൾട്ടിപ്പിൾ ബിസിനസ്, ഒരുപാട് ബിസിനസ് അറ്റ് എ ടൈം ചെയ്യുന്നുണ്ട്. എങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിനെ ഒരു കഷ്ണം പേപ്പറിലേക്ക്, എ സിംഗിൾ ഷീറ്റ് ഓഫ് പേപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. നമസ്കാരം, അനിൽ ബാലചന്ദ്രൻ, ദ സെയിൽസ്മാൻ. നമ്മളുടെ ഒരു ഓൺട്രപ്രണർ ജേണിയിൽ, നമ്മുടെ ബിസിനസ് ലൈഫിൽ 3 സ്റ്റേജസ് ആണുള്ളത്. സ്റ്റേജ് 1-ൽ നമ്മൾ തന്നെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു, നമ്മൾ തന്നെ ഈ കാര്യങ്ങൾ നടപ്പാക്കുന്നു. അപ്പം രാത്രികാലങ്ങളിൽ ഇരുന്നിട്ട് നമ്മൾ ഒരുപാട് ചിന്തിച്ച് എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കും. നേരം വെളുക്കുമ്പോൾ ഇറങ്ങി നമ്മൾ തന്നെ പോയി അത് നടപ്പാക്കും. അക്കൗണ്ട്സും സെയിൽസും മാർക്കറ്റിങ്ങും പർച്ചേസും ഓപ്പറേഷൻസും എല്ലാം ഈ സ്റ്റേജിൽ നമ്മൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിയുമ്പം സ്റ്റേജ് 2-ലേക്ക് കടക്കും. എന്താ സ്റ്റേജ് 2? നമ്മൾ കുറച്ച് പേരെ ശമ്പളത്തിന് വെക്കും, നമ്മൾ കുറച്ച് ജോലിക്കാരെ വെക്കും. ജോലിക്കാരെ വെച്ചിട്ട് ഈ ആക്ഷൻസ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മളും കൂടെ നിന്ന് ചെയ്യും. ഇതാണ് സെക്കൻഡ് സ്റ്റേജ്. 3-ാമത്തെ സ്റ്റേജ് ആണ് നമ്മൾ ഇവരെ പൂർണ്ണമായിട്ട് കാര്യങ്ങൾ ഏൽപ്പിച്ചതിന് ശേഷം ഈ സ്റ്റേജിൽ എന്ത് ചെയ്യും? ജസ്റ്റ് റിപ്പോർട്ട് നോക്കും, മോണിറ്റർ ചെയ്യും. അത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതിനെ കൺട്രോളിങ് സ്റ്റേജിലേക്ക് അങ്ങ് മാറും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഡെയിലി ആക്ടിവിറ്റീസിലേക്ക് ഇടപെടാറില്ല. അപ്പോൾ എന്താ പറഞ്ഞാൽ, 1-ാമത്തെ സ്റ്റേജിൽ മുഴുവൻ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. 2-ാമത്തെ സ്റ്റേജിൽ നമ്മൾ സ്റ്റാഫിനെ വെച്ച് അവരുടെ കൂടെ നിന്ന് നമ്മൾ ചെയ്യുന്നു. 3-ാമത്തെ സ്റ്റേജിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. 90% ഓൺട്രപ്രണേഴ്സിനും ഈ 2-ാമത്തെ സ്റ്റേജിൽ നിന്ന് 3-ാമത്തെ സ്റ്റേജിലേക്ക് കടക്കാൻ സാധിക്കാറില്ല. അത് തന്നെയാണ് ഒരു ഓൺട്രപ്രണറെ ഏറ്റവും വലിയ പ്രശ്നം. അവര് ഈ പറയുന്ന ഡെയിലി ആക്ടിവിറ്റീസിൽ അങ്ങ് സ്റ്റക്കായി പോകും. അങ്ങനെയുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രെയിം വർക്കാണ് നമ്മളുടെ ബിസിനസ്സിനെ ഒരു കഷ്ണം പേപ്പറിലേക്ക്, ഒരു പീസ് ഓഫ് പേപ്പറിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു ഫ്രെയിം വർക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. TRAS ഫ്രെയിം വർക്ക്. പേരൊന്നും കേട്ട് ഞെട്ടണ്ട, വളരെ സിമ്പിളാണ്. സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മളൊരു എക്സൽ ഷീറ്റ് ഉണ്ടാക്കുകയാണ്. നമ്മളുടെ ബിസിനസ്സിൽ ഒരു കഷ്ണം പേപ്പർ നമ്മൾ എടുത്തിട്ട് ഇതുകൂട്ടൊരു കോളം നമ്മൾ വരയ്ക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു കോളം ഇങ്ങനെ അങ്ങോട്ട് വരയ്ക്കാം. 1-ാമത്തെ കോളത്തിൽ നമ്മൾ സീരിയൽ നമ്പറാണ് എഴുതുന്നത്, സീരിയൽ നമ്പർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു കോളം വരച്ചു. കോളം വരച്ചതിന് ശേഷം ഇത് 6 സ്പ്ലിറ്റ് ചെയ്യുക. 6 കോളമായിട്ട് തിരിക്കുക. 1, 2, 3, 4, 5, 6. ഇപ്പോൾ TRAS. ഇപ്പം എന്തായി? 6 കോളത്തിലായിട്ട് നമ്മൾ എന്ത് എഴുതി? TRAS എന്ന് എഴുതി. എഴുതിയതിന് ശേഷം നമ്മൾ ഇതിൽ എഴുതാൻ പോകുന്നത് T ഫോർ ടാസ്ക്. നമ്മളുടെ ബിസിനസ്സിൽ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഓരോ ടാസ്ക് ആയിട്ട് എഴുതുകയാണ്. അപ്പോൾ ടാസ്ക് എന്താണ്? വാട്ട്, എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓരോ ടാസ്ക് ഇങ്ങനെ എഴുതിയാണ്. നമ്മളുടെ ബിസിനസ്സിൻ്റെ അകത്ത് ഓരോ ടാസ്കുകൾ നമ്മൾ ഓരോ സീരിയൽ നമ്പറായിട്ട് ഇങ്ങനെ അങ്ങോട്ട് എഴുതുകയാണ്. ഫോർ എക്സാമ്പിൾ, 1-ാമത്തെ ടാസ്ക് നമ്മൾ എഴുതുന്നത് സെയിൽസ് എന്ന ടാസ്ക് എഴുതി. അടുത്തത് റെസ്പോൺസിബിൾ. ആരാണ് ഈ പറയുന്ന ടാസ്കിന് ഉത്തരവാദി? ഹൂ. അപ്പൊ ഈ കോളത്തിൽ എന്താ എഴുതുന്നത്? ഈ പറഞ്ഞ സെയിൽസ് എന്ന് പറയുന്ന കാര്യം നടപ്പാക്കുന്നത് ആരാണ്? അപ്പൊ നമ്മൾ എഴുതണം ആ സെയിൽസ് നോക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സന്തോഷ് എന്ന് പറയുന്ന ആളാണ് നമ്മളുടെ സെയിൽസ് നോക്കുന്നതെങ്കിൽ ഈ കോളത്തിൽ എന്തെഴുതണം? സന്തോഷ് എന്നെഴുതണം. 2-ാമത്തെ ടാസ്ക് എന്താ? മാർക്കറ്റിംഗ് നോക്കുന്ന ആരാണ്? ദിലീപ് ആണ് നോക്കുന്നതെങ്കിൽ ദിലീപ് എന്നെഴുതണം. അടുത്തത് പർച്ചേസ് ആണ്. പർച്ചേസ് ആരാണ് നോക്കുന്നത്? പർച്ചേസ് നോക്കുന്നത് രമേശ് ആണെങ്കിൽ രമേശ് എന്നെഴുതണം. അപ്പോൾ ഇപ്പൊ നമ്മൾ എന്താ എഴുതിയ? വാട്ട്, എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ടാസ്ക് ആയിട്ട് നമ്മൾ തിരിച്ചു. അടുത്ത കോളത്തിൽ എഴുതി റെസ്പോൺസിബിൾ, റെസ്പോൺസിബിൾ. ഹൂ, ആരാണ് ഈ ടാസ്കിന് ഉത്തരവാദി. അടുത്തതാണ് ആക്ഷൻ. ഇനി എങ്ങനെയാണ്? ഇവിടെയാണ് നമ്മൾ എഴുതുന്നത് ഹൗ. ഈ ടാസ്ക് ഇവര് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? ഇവിടെ നമ്മൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യും. 1 2 3 4 5 1 2 3 4 5 1 2 3 4 5. ഇതിങ്ങനെ ഇതിപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റേജിൽ അവരുടെ കൂടെ നിൽക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് അവർക്കും അറിയാം, നമുക്കും അറിയാം എന്താണ് സെയിൽസിൽ ചെയ്യേണ്ട ആക്ഷൻസ്. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതി
ടാസ്ക് എഴുതി, റെസ്പോൺസിബിൾ പേഴ്സൺ എഴുതി, ആക്ഷൻ ഹൗ, എങ്ങനെയാണ് ഈ ആള് ഈ ടാസ്ക് ചെയ്യാൻ പോകുന്നത്. അടുത്തതാണ് ടി എന്താണ്? ടൈം ലൈൻ. ടൈം ലൈൻ മീൻസ് വെൻ, എപ്പോഴാണ് ചെയ്യാൻ പോകുന്നത്. സെപ്റ്റംബർ 30, ഒക്ടോബർ 2, ഈ പറയുന്ന പർച്ചേസ് എന്നാ നടക്കണ്ടേ? ഒക്ടോബർ 10 എന്നത്തേക്കാണ് ഇവർക്കുള്ള ആ ഡെഡ് ലൈൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ എഴുതിയ? ടാസ്ക് എഴുതി. എന്തായിരുന്നു ടാസ്ക്? വാട്ട്, എന്താണ് ചെയ്യേണ്ടത്. റെസ്പോൺസിബിൾ, ഹൂ, ആരാണ് ചെയ്യേണ്ടത്. അടുത്തത് എ, ആക്ഷൻ, എങ്ങനെയാണ്, ഹൗ ദേ ആർ ഗോയിങ് ടു ഡു ഇറ്റ്. അടുത്ത എന്താ? ടൈം ലൈൻ, എപ്പോഴാണ് ഇവരിത് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഇത് ചെയ്ത് തീർക്കേണ്ടത്. ഇനി അടുത്ത് എഴുതാൻ പോകുന്നത് ആർ. എന്താണ് ആർ? റിപ്പോർട്ടിംഗ്. റിപ്പോർട്ടിംഗ് എന്താ? ആരാണ് ഈ എഴുതിയിരിക്കുന്ന റെസ്പോൺസിബിൾ പേഴ്സന്റെ ബോസ്? ആരുടെ അടുത്തേക്കാണ് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നത്? ഒരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചോണം. നമ്മളൊരു ഹാൻഡ്സ് ഫ്രീ ബിസിനസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഈ ബിസിനസ്സിൽ നിന്ന് പുറത്തേക്ക് വരാനാണ് അസാൻ ഓൺട്രപ്രണർ നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ, ഈ പേപ്പറിൻ്റെ അകത്ത് നിങ്ങളുടെ പേരെ കാണാൻ പാടില്ല. ഈ ബോസ് കോളത്തിൽ നമ്മുടെ പേരല്ല എഴുതേണ്ടത്. ഇവരുടെ റിപ്പോർട്ടിംഗ് സ്റ്റാഫായിട്ട് നിൽക്കുന്ന GM ആകാം, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റ് ആകാം, അല്ലെങ്കിൽ CEO ആകാം. ഇവരുടെ എല്ലാം മുകളിൽ നിൽക്കുന്ന ആളായിരിക്കണം. അപ്പം ഇവിടെ നമ്മൾ എഴുതിയാണ് റെസ്പോൺസിബിൾ പേഴ്സൺ. സന്തോഷിന്റെ മുകളിലുള്ള GM എന്ന് പറയുന്ന ആള് ഇപ്പൊ കുറുപ്പ് സാറാണ് എന്നിരിക്കട്ടെ. നമ്മൾ അവിടെ എന്തെഴുതി? കുറുപ്പ് എന്നെഴുതി. ഈ പറയുന്ന മാർക്കറ്റിംഗ് ദിലീപിന്റെ ബോസായിട്ട് നിൽക്കുന്ന ദിലീപ് ആരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യണം? മനോജ് സാറിന്റെ അടുത്താണ് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആ മനോജ് എന്ന പേര് നമ്മൾ എഴുതി. അടുത്തത് രമേശ് റിപ്പോർട്ട് ചെയ്യേണ്ടത് അബി എന്ന് പറയുന്ന സാറിന്റെ അടുത്തേക്കാണ്. മാനേജറുടെ അടുത്താണെങ്കിൽ ബോസിന്റെ സ്ഥാനത്ത് അവരുടെ പേര് എഴുതി. ഇപ്പൊ എന്താണ് കാര്യം? ഈ പറയുന്ന ഉത്തരവാദിത്വം ഇവരാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഈ സമയത്താണ് ചെയ്യേണ്ടത്. ഇവര് ഈ പറഞ്ഞ ഉത്തരവാദിത്വം നിറവേറ്റുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്വം? ഈ എഴുതിയിരിക്കുന്ന മാനേജേഴ്സിന്റെ ഉത്തരവാദിത്വം. തീർന്നില്ല, ഇനി ഒരു ചെറിയ കാര്യം കൂടെ ഉണ്ട്. എസ് ഫോർ സപ്പോർട്ടിങ്. സപ്പോർട്ടിങ് എന്താ? കോൺട്രിബ്യൂഷൻ. ഈ പറഞ്ഞ ടാസ്ക് ഈ ആളിന് ഈ രീതിയിൽ ഇന്ന സമയത്ത് ഇന്ന ആളിന്റെ നേതൃത്വത്തിൽ ചെയ്യണമെങ്കിൽ ആരുടെയൊക്കെ സപ്പോർട്ട് വേണം. അപ്പം സന്തോഷിന് ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. സന്തോഷിന് ആരുടെയൊക്കെ സപ്പോർട്ട് വേണം? മനുവിന്റെ സപ്പോർട്ട് വേണം, ബിനിലിന്റെ സപ്പോർട്ട് വേണം. അപ്പൊ നമ്മൾ അതിൻ്റെ അകത്ത് എന്തെഴുതി? ആരാണ് ഇവരെ ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്? മാർക്കറ്റിങ്ങിന്റെ കാര്യത്തിൽ ദിലീപിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോഹനന്റെ സപ്പോർട്ട് വേണം, ആന്റണിയുടെ സപ്പോർട്ട് വേണം. ആ കാര്യങ്ങൾ എഴുതി. ഇങ്ങനെ നമ്മളുടെ ബിസിനസ്സിനെ ഒരു കഷ്ണം പേപ്പറിലേക്ക് മാറ്റിയാൽ TRAS ഫ്രെയിംവർക്ക്. എന്താ ഇതിൽ എഴുതിയ? ടാസ്ക് എന്താ? വാട്ട് ടു ഡു. റെസ്പോൺസിബിൾ, ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് പർട്ടിക്കുലർ ടാസ്ക്. എന്താണ് അവരെടുക്കാൻ പോകുന്ന ആക്ഷൻ? അതെന്താ? ഹൗ, എങ്ങനെയാണ് ഇവർ ചെയ്യാൻ പോകുന്നത്. ടൈം ലൈൻ, എപ്പോഴാണ് അവർ ചെയ്യാൻ പോകുന്നത്. ആരാണ് ഇതിൻ്റെ റിപ്പോർട്ടിംഗ്, ഇതിൻ്റെ ഉത്തരവാദി. ഇവരിത് ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുന്നത് ആരാണ്? അതാണ് ബോസ്. അടുത്തത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇവർക്ക് ചെയ്യാൻ വേണ്ടി ആരെയൊക്കെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഇട്ടുകൊടുക്കണം, അതാണ് സപ്പോർട്ടിങ്. ഇങ്ങനെ നമ്മളുടെ ബിസിനസ്, നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ് ചെയ്തു, എന്ത് വലിയ പ്രോജക്റ്റ് ചെയ്തു, എത്ര ബില്യൺസിന്റെ വർക്ക് വേണമെങ്കിലും ചെയ്തു, ഏത് വലിയ ബിസിനസ് വേണമെങ്കിലും റൺ ചെയ്തു, ഒരു കഷ്ണം പേപ്പറിൽ ഈ പറഞ്ഞ TRAS ഫോർമാറ്റിലേക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ മാറ്റാൻ പറ്റിയാൽ ഇതുപോലെ എത്ര പേപ്പർ വേണമെങ്കിലും നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. എത്ര ബിസിനസ് വേണമെങ്കിലും ഇതുപോലെ ചെറിയൊരു കഷ്ണം പേപ്പറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. ഇങ്ങനെ തന്നെയാണ് നമ്മളുടെ ഇലോൺ മസ്കും റിച്ചാർഡ് ബ്രാൻസൺ 468 കമ്പനികളാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളത്. എത്ര? 468 കമ്പനി. അതായത് വർഷത്തിൽ ഒരു അര ദിവസം പോലും ഒരു കമ്പനി പോയി ഇരിക്കാൻ പുള്ളിക്ക് സമയം തികയാറില്ല. അപ്പോൾ മനസ്സിലാക്കിക്കോണം, ഈ പറയുന്ന ബില്യണേഴ്സ്, ഈ പറയുന്ന മൾട്ടിപ്പിൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൺട്രപ്രണേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരു ഫ്രെയിംവർക്കാണ്. ഈസി ആയിട്ട് നമുക്ക് നടപ്പാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഒരൊറ്റ കാര്യം മാത്രം, ഈ ഫ്രെയിംവർക്കിൽ എങ്ങും നമ്മളുടെ പേര് വരാൻ പാടില്ല. നമ്മൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആക്ഷൻ, നമ്മൾ ഡൂയിങ്ങിലേക്ക് മാറിക്കഴിഞ്ഞു. അതുകൊണ്ട്
ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നടപ്പാക്കാനും ഇത് നടക്കുന്നു എന്ന് കൃത്യമായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാനായിട്ടും ഒരാൾ നമ്മളുടെ കൂടെ വേണം. അവരായിരിക്കണം ഇതിൻ്റെ ഓവറോൾ ഈ ചാർട്ട് നോക്കി കൃത്യമായി ഇത് നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നത് പോലും നമ്മളല്ല. അതിനു വേണ്ടിയിട്ട് നിങ്ങളൊരു സിഇഒയോ അല്ലെങ്കിൽ ഒരു എക്സിക്യൂട്ടീവ് അസിസ്റ്റന്റിനെയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ സെക്രട്ടറിയോ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളിനെ വെക്കുക. അവരുറപ്പുവരുത്തും ഈ കാര്യങ്ങൾ നടക്കുന്നു. എവിടെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരത് മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് റിപ്പോർട്ട് ചെയ്യും. ദാറ്റ് മീൻസ് ഒരൊറ്റ പോയിന്റിൽ, ഒരൊറ്റ പേപ്പറിൽ, ഒരൊറ്റ പീസ് ഓഫ് പേപ്പറിൽ നമ്മുടെ ബിസിനസ്സിനെ നമുക്ക് മാറ്റാൻ പറ്റും. ഏത് ഇൻഡസ്ട്രിയിലായിക്കോട്ടെ, ഏത് സെക്ടറിലായിക്കോട്ടെ, എത്ര എക്സ്പീരിയൻസ് ഉള്ളവരായിക്കോട്ടെ, നിങ്ങൾക്ക് ബിസിനസ്സിന് പുറത്തേക്ക് വരാൻ, ഓൺ ദ ബിസിനസ്സിൽ വരാൻ, നമ്മുടെ കൈവെള്ളയിൽ ബിസിനസ്സിനെ കൊണ്ടിട്ട് നടക്കാൻ, ദിസ് ഈസ് ദ ഫോർമാറ്റ്. TRATRS ഇന്ന് തന്നെ നടപ്പാക്കുക. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് ഒരു ERP സൊല്യൂഷൻസിനും ഒരു സിസ്റ്റം ആൻഡ് പ്രോസസ്സിനും സെറ്റ് ചെയ്ത് തരാൻ പറ്റില്ല. ഏതൊരു സാധാരണക്കാരനും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഏതൊരാൾക്ക്. ഇതിൽ മറ്റൊരു കാര്യം എന്താ, ഈ വ്യക്തികൾ മാറിയാലും ടാസ്ക് അവിടെ ഉണ്ട്. എന്ത് ചെയ്യണമെന്നറിയാം. എങ്ങനെ ആര് പോയാലും വന്നാലും നമ്മളുടെ ബിസിനസ്സിന് ഒരു പ്രശ്നമില്ല. സോ put your business in a sheet of paper. Thank you. Take care. Bye.